വൈദികരെ, മന്ത്രിമാരെ, സംഘടന്മാരെ, നമുക്കേറെ സന്തോഷമുള്ള ദിവസമാണ്. ബഹുമാനപ്പെട്ട ബാബു പ്രത്യേകിച്ച് നമ്മുടെ വൈദികരെ തിരുപ്പട്ടം സ്വീകരിച്ചതിന് ശേഷം വലിയ തീരുമാനമായിട്ട് വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഞാൻ പരിചയപ്പെടുന്ന കാര്യമില്ല. നിങ്ങൾ എല്ലാവരും സ്വന്തമാണ് എങ്കിലും കാര്യപരയുടെ നാമത്തിലുള്ള ആശംസകളും പ്രാർത്ഥനകളും കൃത്യമായിട്ട് അറിയിക്കുന്നത്. കാരണം കാര്യപരമായിട്ടുള്ള ബന്ധമാത്രമാത്രം ദൃഢമാണ്. മാതാപിതാക്കളുടെയും കുടുംബങ്ങളുടെയും എല്ലാവരുടെയും സ്വന്തമാണ് കാര്യപരമായിട്ടുള്ള. എപ്പോഴും ഈ കാര്യത്തെ സ്വന്തമായിട്ട് തന്നെ കരുതാമെന്ന് ഞങ്ങൾ ഉറപ്പ് തരികയാണ്. ഇവിടേക്ക് നിങ്ങൾ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് ബന്ധുക്കളെല്ലാം ചേർന്ന് ഇവിടെ ഒരു വിസ്തൃതമായി നടത്തുവാനായിട്ട് ആഗ്രഹിച്ചതും അതിന് നമുക്ക് സാധിച്ചത്. നമുക്കറിയാവുന്നതുപോലെ CMS തിരുവനന്തപുരം പ്രവേശിച്ചു കഴിഞ്ഞാണ് അച്ഛനായി തിരുനെല്ലിയ പ്രതീക്ഷിക്കുന്നത്. നല്ല അച്ഛന്മാരൊക്കെ കേട്ടിട്ടുണ്ട്. ഈ അവസരത്തിൽ അച്ഛൻ്റെ എല്ലാ അച്ഛന്മാരും പ്രാർത്ഥനാശംസകൾ കൃത്യമായിട്ട് വരുന്നു. സംസാരിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലുള്ള എല്ലാ സഹോദരങ്ങളെയും സ്നേഹപൂർവ്വം നമ്മുടെ ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ട് അച്ഛനെ സമർപ്പിച്ചുകൊണ്ട് അർപ്പിക്കുമ്പോൾ പ്രാർത്ഥിക്കാം. ആരംഭിക്കുന്ന ഈ ഓരോരുത്തരും എന്നും ദൈവത്തിൻ്റെ വിശ്വസ്തയോടെ വഹിക്കുവാൻ അവർ ദൈവമനുസരിച്ച് പ്രവർത്തിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ കൃപ എന്നോടൊപ്പം പ്രാർത്ഥിക്കാൻ സാധിക്കുന്നതിൻ്റെ തിരുനാൾ കൂടിയാണ്. കൃത്യമായിട്ടും ഞാനൊരു മധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് നമുക്കൊന്ന് ചെയ്യാൻ Oh,
സർവ്വരും ഒന്നായി പാടിടുവിൻ
സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നിങ്ങളെ പഠിപ്പിക്കുന്നതിനെ കുറിച്ചാണ് ഇത് ഞാൻ നിങ്ങളെ എഴുതുന്നത്. നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളെ നിലനിർത്തുന്നു. അതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല. അവന്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കുന്നു. അത് സത്യമാണ്, വ്യാജമല്ല. അവൻ നിങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് നിങ്ങൾ അവനെ വിശ്വസിക്കുകയും കുഞ്ഞുമക്കളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവൻ പറഞ്ഞ ഭയം ഉണ്ടായിരിക്കാനും അവന്റെ മുമ്പിൽ രക്ഷിക്കാതിരിക്കാനും വേണ്ടി അവനെ വിശ്വസിക്കുകയും അവൻ നീതിമാനാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ നീതി പ്രവർത്തിക്കുന്ന ആരും അവനെ നിന്ന് ജനിച്ചവനാണെന്ന് നിങ്ങൾക്ക് തീർച്ചയാകാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. സമയമായപ്പോൾ അവൻ ഭക്ഷണത്തിനിരുന്നു. അവനോടൊപ്പം അപ്പോസ്തലന്മാരും. അവൻ അവരോട് പറഞ്ഞു, പീഡാനുഭവത്തിന് മുമ്പ് നിങ്ങളോടുകൂടെ ഈ പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാക്കുന്നതുവരെ ഞാൻ ഇനി ഭക്ഷിക്കുകയില്ല. അവൻ പാനപാത്രം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത ശേഷം പ്രകാരം പറഞ്ഞു, ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നതുവരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ ഇനി പാനം ചെയ്യുകയില്ല. പിന്നെ അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത ശേഷം മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുക. അപ്രകാരം തന്നെ അടുത്ത അത്താഴത്തിന് ശേഷം അവൻ പാനപാത്രം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തതിനു ശേഷം പറഞ്ഞു,
ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നമ്മുടെ കർത്താവായ മിശിഹായെ സ്തുതി. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് തന്റെ ഛായയിലും സദൃശ്യത്തിലും. ഏതാണ് ഈ ഛായ, ഏതാണ് ഈ സദൃശ്യം? അതെ, ത്രിത്വം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, 3 വ്യക്തികൾ ഒന്നിച്ച് അവർ പരസ്പരം മുഴുവനായി സ്നേഹിക്കുന്നു, പരസ്പരം തങ്ങളെപ്പോലെ തന്നെ വിലമതിച്ച് മാനിച്ച് അംഗീകരിക്കുന്നു. പിതാവിനുള്ളതെല്ലാം പുത്രനും, പുത്രനുള്ളതെല്ലാം പിതാവിനും, പരിശുദ്ധാത്മാവിനുള്ളത് പിതാവിനും പുത്രനും, 3 പേർക്കും എല്ലാം പൊതുവാണ്. ആ 3 വ്യക്തികൾ, ആ വ്യക്തി സ്നേഹവും മനുഷ്യനെ ദൈവം ആ ഛായയിലും സദൃശ്യത്തിലും ആശ്രയിച്ചു. ത്രിത്വത്തിൽ ആരും വലുതുമില്ല, ചെറുതുമില്ല, എല്ലാവരും ഒരുപോലെ വിലപ്പെട്ട സഹോദരങ്ങൾ, തുല്യർ. ആ ഛായയും സദൃശ്യവും വരുമ്പോൾ നമ്മളെ ആ ഛായയും സദൃശ്യത്തിലും സൃഷ്ടിച്ചാൽ നമ്മളും ആ പരസ്പര സ്നേഹത്തിലും വിശ്വസ്തതയിലും പങ്കുവയ്ക്കലിലും ജീവിക്കണം. പക്ഷേ മനുഷ്യൻ മനുഷ്യനെ തന്നെ അംഗീകരിക്കുന്നില്ല. ആദവും ഹവ്വായും അവർ തങ്ങളെ തന്നെ ഈ അനുഗ്രഹത്തിൽ വിലമതിച്ചില്ല. അവർക്ക് വലുതാവും, ദൈവത്തെ പോലെയാവും, അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യണം. അതല്ലേ അവര് സർപ്പത്തിന്റെ വഞ്ചനയുടെ കെണിയിലായി. അതിനുശേഷം ദൈവം ആദത്തെ വിളിച്ച് ചോദിച്ചു, ആദം നീ എവിടെ? ഞാൻ നഗ്നനാണ്, നിന്നോട് ആര് പറഞ്ഞത്? അതെ, നീ ആ മരത്തിന്റെ ഫലം പറിച്ചു തിന്നു, പക്ഷേ നീ തന്ന കൂട്ടുകാരി എന്നെ വഞ്ചിച്ചു, അവളെന്നെ ചതിച്ചു. ഹവ്വായോട് ചോദിച്ചപ്പോൾ സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ വീണു. അതെ, ഉത്തരവാദിത്വം മുഴുവൻ മറ്റുള്ളവരുടെ തലയിൽ വെച്ച് നടക്കുക, അതാണ് മനുഷ്യന്റെ നാശം. ആദ്യം പറഞ്ഞാൽ മതി, കർത്താവേ എനിക്ക് തെറ്റിപ്പോയി, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, ക്ഷമിക്കണം, പ്രശ്നം തീരും. പക്ഷെ അത് ഹവ്വായുടെ തലയിൽ കെട്ടിവെച്ചു, ഹവ്വാ സർപ്പത്തിന്റെ തലയിൽ കെട്ടിവെച്ചു. ഇതുപോലെ നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമ്മൾ ഒളിച്ചോടിയിട്ട് ഉത്തരവാദിത്വമില്ലാതെ ജീവിച്ചിട്ട് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കുക, അതാണ് മനുഷ്യന്റെ സ്വഭാവം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ദൈവം തന്നെ ഇസ്രായേലിന് ഇടയ്ക്ക് വന്ന് ഒത്തിരി വെളിപ്പെടുത്തി, ഒത്തിരി അടയാളം കാണിച്ചിട്ടും അവർ പരസ്പരം യഥാർത്ഥ സ്നേഹത്തിന്റെ സന്തതികളായി, ദൈവമക്കളായി ജീവിക്കാൻ തയ്യാറായി. അപ്പോഴാണ് ദൈവം നമ്മളെ തന്റെ ഛായയിലും സദൃശ്യത്തിലും സൃഷ്ടിച്ച മക്കളാണെന്ന് 100% അംഗീകരിച്ചുകൊണ്ട് അവരെ രക്ഷിക്കുന്നത് അവിടുത്തെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് തന്നെ പിതാവ് തന്റെ ഏകജാതനെ, തനിക്ക് തുല്യനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ആ പുത്രൻ എന്ത് ചെയ്യുന്നു? ഈ ലോകത്തിൽ ഒരു പ്രതാപവുമില്ലാതെ എളിയവനായി കാര്യത്തൊഴുത്തിൽ പിറന്നു തന്റെ ജീവിതം മുഴുവൻ സഹോദരങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുന്നു. അവിടുന്ന് നന്മ ചെയ്യും, മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് ദൈവത്തിന്റെ മനുഷ്യനെ സമൃദ്ധിയിൽ നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയി. പക്ഷേ എന്നാലും തന്റെ ചുറ്റുമുണ്ടായിരുന്നവർക്ക് ആദത്തിന്റെ മക്കളായിരുന്നു, ദൈവത്തിന്റെ ഛായയും സദൃശ്യവും അവർ ഗവനിക്കാതെ ആദത്തിന് ഓരോരുത്തർക്കും വലുതാകണം. അന്നത്തെ പരിചയ നിയമജനമെല്ലാം അതിനുവേണ്ടി പണിയെടുത്ത് യേശുവിനെ ക്രൂശിക്കുകയാണ്. ആ ക്രൂശിക്കുമ്പോൾ പോലും
നമ്മളെ പിതാവിന്റെ മക്കളായി, തനിക്ക് തുല്യരായി, തന്നെക്കാൾ ശ്രേഷ്ഠമായി കരുതി. അതുകൊണ്ട് പീഡ അനുഭവിച്ച് കുരിശിൽ കിടന്ന് വേദനിക്കുമ്പോൾ അവഹേളനിക്കുന്നവരെ നോക്കി യേശു എന്ന് പറയുന്നു, പിതാവേ ഇവരോട് ക്ഷമിക്കണം, ഇവർ ചെയ്യുന്നതെന്നറിയുന്നു. ആ പീഡിപ്പിക്കുന്നവർ തന്നെ കുരിശിലേറ്റിയവരും പിതാവെ അങ്ങയുടെ മക്കളാണ്, അവരെ ഞാൻ വിലമതിക്കുന്നു, സ്നേഹിക്കുന്നു, അങ്ങയുടെ മക്കളായി കാണുന്നു, അവർക്ക് നന്മ പറയണം. അതാണ് ക്രിസ്തു ജീവിതത്തിന്റെ പൂർത്തീകരണം. ആ ക്രിസ്തു പരിപൂർണമായി പിതാവിന്റെ കരങ്ങളിൽ അർപ്പിച്ചു. ആ ക്രിസ്തു ജീവിതം അവിടെ അവസാനിച്ചാൽ തീർന്നു. മറിച്ച് ആ ക്രിസ്തു ജീവിതം തുടർന്നുകൊണ്ട് പോകണം. വചനമാകുന്ന ദൈവം പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് മനുഷ്യത്വം സ്വീകരിച്ച് മനുഷ്യനായി അതേ കുരിശിൽ അർപ്പിച്ച് പിതാവ് അവരെ ഉയർത്തി. അതുകൊണ്ട് തീർന്നു പോയാൽ നമ്മൾ ക്രിസ്തുവിനെ പണ്ടൊരു വ്യക്തി ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനൊക്കെ ചെയ്തേക്ക് പോയി എന്ന് പറയും. അല്ല, ആ ക്രിസ്തു എല്ലാ മനുഷ്യരുടെയും രക്ഷകനാണ്. എല്ലാ തലമുറയിലും അവിടുന്ന് സന്നിഹിതമാണ്. എല്ലാ തലമുറയിലും ആ യേശു തന്റെ രക്ഷണീയ കർമ്മം പൂർത്തിയാക്കും. അതിനാണ് അന്ത്യത്താഴത്തിൽ വെച്ച് കുർബാന സ്ഥാപിക്കുകയും പൗരോഹിത്യം ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഓരോ പുരോഹിതനും ആരാണ്? ദൈവജനത്തെ സ്വീകരിച്ച് യേശുവിനെ പോലെ തന്നെ സ്വന്തമായി സ്വീകരിച്ച് പിതാവിനെ അർപ്പിക്കുക. അപ്പോൾ വീണ്ടും നമ്മുടെ അധ്വാന ഫലമാണ്. അത് ഉയർത്തുമ്പോൾ യേശു നോക്കി പറയുന്നു, ഇതെന്റെ ശരീരം, ഇതെന്റെ രക്തം. ആ അപ്പോൾ വീണ്ടും അല്ല, അതിലൂടെ കടന്നു ചെല്ലുന്ന നമ്മളെ ഓരോരുത്തരെയും നോക്കി യേശു പറയുന്നു, നീ എന്റെ ശരീരം, നീ എന്റെ രക്തം. നമ്മൾ ഓരോരുത്തരുമാണ് ഇന്ന് യേശുവിന്റെ മനുഷ്യൻ. പക്ഷേ നമ്മൾ അംഗീകരിക്കുന്നുണ്ടോ? അതനുസരിച്ച് ജീവിക്കുന്നുണ്ടോ? അത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വം. അത് തുടർന്നു കൊണ്ടുപോകാൻ എല്ലാ തലമുറയുടെയും അവകാശമാണ് ക്രിസ്ത്യാനിത്വം. യേശു മനുഷ്യനായി അവതരിച്ച് തന്റെ രക്ഷണീയ ദൗത്യം ലോകാവസാനം വരെ തുടർന്നു കൊണ്ടുപോകും. അതിനവിടുന്ന് പൗരോഹിത്യം സ്ഥാപിക്കും. ഓരോ പുരോഹിതന്റെയും പൗരോഹിത്യത്തിലൂടെ പുരോഹിതന്റെ മനുഷ്യത്വം മാതാവിൽ നിന്ന് യേശു സ്വീകരിച്ച ആ മനുഷ്യത്വം പോലെ ഓരോ പുരോഹിതന്റെയും മനുഷ്യത്വം യേശു വചനമാകുന്ന ദൈവം തന്റെ മനുഷ്യത്വമായി സ്വീകരിച്ച് ആ യേശു അവതാരമാണ്, സാന്നിധ്യമാണ് ഓരോ പുരോഹിതനും. അതുകൊണ്ടാണ് പുരോഹിതനെ മറ്റൊരു ക്രിസ്തു, ലാറ്റിനിൽ ആൾട്ടർ ക്രിസ്തു, വേറൊരു ആ ക്രിസ്തുവിന്റെ തുടർച്ച, ചരിത്രപുരുഷൻ വന്ന ആ യേശു ഇന്നും വന്നുകൊണ്ടിരിക്കുന്നു. ഓരോ പുരോഹിതന്റെയും ദൗത്യം ആ ക്രിസ്തുവായി, ക്രിസ്തു തന്നെ ചരിത്രപുരുഷനായി അവതരിച്ച ക്രിസ്തു ഇന്ന് അവതരിച്ച് മറ്റൊരു ക്രിസ്തുവായി ഇന്ന് ജീവിച്ച് ഇന്നത്തെ തലമുറയ്ക്ക് ക്രിസ്തുവിനെ തന്നെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാൻ, ഈ പുരോഹിതങ്ങളുടെ കൂടെ പങ്കുവയ്ക്കാൻ ആണ് പൗരോഹിത്യം കൊണ്ട് സ്ഥാപിച്ചത്. ഓരോ പുരോഹിതന്റെയും മനുഷ്യത്വം യേശുവിന്റെ ചരിത്രപുരുഷനായ യേശുവിന്റെ മനുഷ്യത്വമാണ്. ആ മനുഷ്യത്വം എത്രമാത്രം വചനത്തോടനുസരിച്ച് ആ വിശുദ്ധിയിൽ ജീവിച്ചോ ആ ജീവിതം ഓരോ പുരോഹിതനും ജീവിക്കണം. അപ്പോൾ ഇന്ന് ഓരോ പുരോഹിതനിലൂടെയും തന്നെ പരിപൂർണമായി അർപ്പിച്ച ആ ക്രിസ്തു, ആ പെസഹാരത്തിന്റെ ക്രിസ്തു ഇന്ന് സന്നിഹിതമാണ്. അങ്ങനെ ആ പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തു ഇന്ന് ജീവിക്കുന്നു. ഓരോ പുരോഹിതനും അതിന്റെ സാക്ഷ്യമാണ്, ആ ജീവിതത്തിന്റെ തുടക്കമാണ്. അപ്പോഴാണ് പൗരോഹിത്യം പൂർണ്ണമാകുന്നത്. ആ യേശു പുരോഹിതനിലൂടെ വന്ന് ഞാൻ നിങ്ങളുടെ പാപങ്ങൾ മോചിക്കുന്നു, ഇത് എന്റെ ശരീരം. ഓരോ കൂദാശയിലും ആ വചനമാകുന്ന ദൈവം സന്നിഹിതമായി തന്റെ രക്ഷണീയ ദൗത്യം പുരോഹിതനിലൂടെ തുടർന്നു കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഈ പുരോഹിതന്റെ ദൈവവിളി താരതമ്യമില്ലാത്തതാണ്, എത്രയോ മഹത്വമേറിയത്. പക്ഷേ നമ്മളെ ഓരോരുത്തരും ക്രിസ്തുവിനെ അംഗീകരിച്ച് ആ
ഉണ്ടാകുമ്പോഴേ ഒരു പുരോഹിതന്റെ വില കൃത്യമായി. ആ യേശു ജീവിതം അതേപടി ചരിത്രപുരുഷനായി അവതരിച്ച യേശുവിന്റെ ജീവിതം അതേപടി ഇന്നത്തെ ഓരോ തലമുറയിലും ജീവിക്കുന്നവനാണ് പുരോഹിതൻ. ആ യേശു ജനങ്ങളെ ദൈവമക്കളെ പിതാവിന്റെ പക്കലേക്ക് ഉയർത്തിയതുപോലെ ഓരോ പുരോഹിതന്റെയും ദൗത്യം ദൈവജനങ്ങളെ പിതാവിന്റെ പക്കലേക്ക് ഉയർത്തുക. ആ ജീവിക്കുന്ന യേശുവിന് തന്റെ ജീവിതത്തിലൂടെ സാക്ഷ്യം വഹിച്ച് ആ ക്രിസ്താനുഭവം പകരുന്ന വ്യക്തിയായി മാറണം. ആ വലിയ അനുഗ്രഹം അത് ഗൗരവത്തിലെടുത്ത് ജീവിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ വേദനയോടെ ചിന്തിക്കുകയാണ്. ഇന്ന് ലോകത്തുള്ള എല്ലാ പുരോഹിതരും ആ ദൗത്യം മനസ്സിലാക്കി യേശുവിന്റെ സാന്നിധ്യത്തിന് സാക്ഷ്യം വഹിച്ച് ജീവിച്ചിരുന്നെങ്കിൽ ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്വന്തം ക്രിസ്തീയതയുടെ പൂർണ്ണതയിലാകുമായിരുന്നു, ദൈവമക്കളുടെ സമൂഹമായി മാറുമായിരുന്നു. ആകയാൽ ഇന്ന് നമ്മുടെ കുടുംബാംഗമായ ജോസഫ് പറപ്പള്ളി ദൈവം തന്റെ ക്രിസ്തു സ്ഥാനത്തേക്ക്, തന്റെ സ്ഥാനത്തേക്ക്, വചനത്തിന്റെ സ്ഥാനത്തേക്ക്, യേശുവിന്റെ സ്ഥാനത്തേക്ക് പുരോഹിതനായി ആ ദൈവത്തിന്റെ അനുഗ്രഹം വ്യക്തിപരമായി സ്വീകരിച്ച് സഹോദരങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് പങ്കുവയ്ക്കാൻ കൽപ്പിക്കപ്പെട്ട് പുരോഹിതനായി അവരോധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത്രയും വലിയ അനുഗ്രഹം കിട്ടാനില്ല. ആ അനുഗ്രഹം ആ അച്ഛൻ മനസ്സിലാക്കി അതിനനുസരിച്ച് 100% വിശ്വസ്തമായി ജീവിക്കാൻ നമുക്കെല്ലാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ആ യേശു സാന്നിധ്യം ആ അച്ഛനിലൂടെ നമുക്കും അദ്ദേഹം സേവനം ചെയ്യുന്ന എല്ലാ ദൈവജനത്തിനും അനുഭവപ്പെടാൻ ക്രിസ്തു ജീവിക്കുന്നു. ഈ അച്ഛന്റെ സാന്നിധ്യം ആ ജീവിക്കുന്ന ക്രിസ്തുവിന്റെ സാന്നിധ്യമായി അനുഭവമായി തീരാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഈ വലിയ ദൗത്യം സന്തോഷപൂർവ്വം സ്വീകരിച്ച് തന്നെ അർപ്പിച്ച ആ സഹോദരനെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം, ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ഇത് സന്തോഷമായി വിശ്വസ്തയോടെ സ്വീകരിച്ച ആ പുരോഹിതനെ നമുക്ക് അനുമോദിക്കാം. ആ ജീവിതം പൂർണ്ണമായി ജീവിച്ച് കാണാൻ നമ്മളും ആഗ്രഹിക്കുന്നു എന്ന് അറിയിക്കാം. ആ പുരോഹിതൻ എന്നും മറ്റൊരു ക്രിസ്തുവായി, ക്രിസ്തു അനന്തര ക്രിസ്തുവായി, യഥാർത്ഥ ജീവിക്കുന്ന ക്രിസ്തുവായി ഇന്നത്തെ തലമുറയ്ക്ക് തന്റെ സമകാലിക യേശുവിന്റെ അനുഭവം പകരാൻ ശക്തനായി തീരട്ടെ. അതിനുവേണ്ടി എല്ലാ അനുഗ്രഹവും പിതാവായ ദൈവം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ യേശുവിൻ ഈ അച്ഛന് നൽകി ജീവിക്കുന്ന യേശുവിന്റെ സാക്ഷിയായി തീരട്ടെ. ഇതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിന് ഈ സഹോദരന് ജന്മം നൽകി വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കളെ അനുഭവിക്കാം. അവരുടെ ജീവിതമാണ് മക്കളെടുക്കുന്നത്. ചെറുപ്പത്തിൽ കുഞ്ഞായിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ എന്ത് പതിയുന്നുവോ അത് നിലനിൽക്കും, അത് വളരും. അതുപോലെ ആ ദൈവഭക്തി, ദൈവവിശ്വാസം, കുർബാനയിലുള്ള വിശ്വാസമെല്ലാം ഈ കുഞ്ഞായിരിക്കും പോലെ ഈ അച്ഛൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു. അന്നിന് ദൈവത്തിൻ്റെ വിളി അതിൻ്റെ പൂർണ്ണമയിൽ രൂപപ്പെട്ടിരിക്കുന്നു. നമുക്ക് സന്തോഷിക്കാം, ദൈവത്തിന് നന്ദി പറയാം. ഇത് സന്തോഷത്തോടെ സ്വീകരിച്ച് വിശ്വസ്തമായി ജീവിച്ച ഈ ജോസഫ് അച്ഛന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ എല്ലാ അനുമോദനങ്ങളും അനുഗ്രഹങ്ങളും നേരുകയും നന്ദി പറയുകയും ചെയ്യും. ദൈവം ഈ സഹോദരനെ ജനിപ്പിച്ച് വളർത്തിയ കുടുംബത്തിനും മാതാപിതാക്കൾക്കും സഹോദരനും അതുപോലെ നമ്മുടെ സമൂഹത്തിനെല്ലാം സമൃദ്ധമായി അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കും. കർത്താവേ, ഞങ്ങളുടെ
കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഭാവനം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ധ്യാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണം. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങയുടെ കാര്യകാലം തിരഞ്ഞെടുത്ത അങ്ങയുടെ അദ്ഭുതമായ ജനം മുഴുവന്റെയും കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെയും മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ നീക്കും. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ ദൈവത്തിനെ തിരഞ്ഞെടുക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തൻ കഠിനമായി പേടുക അനുഭവിച്ച് വീണ്ടെടുത്ത അചകണമായ പരിശുദ്ധ കത്തോലിക്ക സഭ അങ്ങയുടേതാകുന്നു. ദൈവ സ്വഭാവത്തിൽ അങ്ങുമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്യ പദ്ധതികൾ കൈവൂടി നൽകപ്പെടുന്നു. വിശ്വാസികൾ ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാശരീരത്തിലെ സവിശേഷങ്ങളാകുക. നിസ്സാരവും ബലഹീനമായ ഞങ്ങളെ അങ്ങ് കാരുണ്യത്താൽ യോഗ്യരാക്കി. കർത്താവേ, അങ്ങയുടെ കൃപാവരം ഞങ്ങൾ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെ അങ്ങ് തിരഞ്ഞെടുത്ത ഈ ജനത്തിൻ്റെയും മേൽ ഉണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ചേർന്ന് അങ്ങേ ഞങ്ങളുമായി രൂപപ്പെടുത്തുന്ന നീതിയുടെ പ്രവർത്തികളാൽ ജീവിതകാലം മുഴുവൻ അങ്ങേ പ്രതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനായ നീക്കും. ജീവനടയാളത്താൽ മുദ്രിതരാക്കുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. ദൃഢമായി ശരണപ്പെട്ടു.
ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകലസൃഷ്ടികൾക്കുമുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എല്ലാം സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യദൈവമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിനാൽ പീഡനം സഹിക്കുകയും സ്ലീബായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരവായിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ഥൈര്യവും സാത്വികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് ഏകമാകുന്ന ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സിനെ ഏൽക്കുകയും ചെയ്യുന്നു. ആമേൻ. സർവ്വദേവനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ സഹോദരനെ ശക്തനാക്കട്ടെ. എന്റെ സഹോദരനെ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സർവ്വദേവനായ ദൈവം തന്റെ അഭിഷേകം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകത്തിനു വേണ്ടി അങ്ങ് സമർപ്പിക്കുകയും ബലി അവിടുന്ന് സമർപ്പിക്കുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ ദൈവം അങ്ങയുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെയും ശരീരങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നു ഞങ്ങളെ അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടുകൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കുന്നു. അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയുടെ ആത്മാവോടുകൂടെ. സഹോദരരെ, ചില സ്നേഹിതരെ, നിങ്ങൾ സമാധാനം ആശംസിക്കട്ടെ. ലോകത്തിൽ സമാധാനം ഉണ്ടാക്കുവാനും വത്സരത്തിലെ വിവിധ കാലങ്ങൾ അങ്ങയുടെ കൃപയാലും ഐശ്വര്യപൂർണ്ണമാക്കുവാനും വേണ്ടി ഇവരെ കൈക്കൊള്ളണമേ. അങ്ങയുടെ ശ്രദ്ധയിൽ അനുഭവിക്കുന്ന ഈ കുർബാനയുടെ സ്വീകരണത്തെ യോഗ്യരായ എല്ലാ സമാധാനങ്ങൾക്കും വേണ്ടി ഇപ്പോൾ മുമ്പിൽ ചേർന്ന അങ്ങയുടെ ദാസനും ദാസികൾക്കും ഞങ്ങൾക്കും വേണ്ടി മറ്റെല്ലാവർക്കും വേണ്ടി ഈ കുർബാനയെ സ്വീകരിക്കണമേ. എന്നേക്കും ആമേൻ. ും
അങ്ങയുടെ മഹത്വമേറിയ തിരുസന്നിധി ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിലും സ്തുതിയും എല്ലാ നാമങ്ങൾക്കും കൃതജ്ഞതയും എല്ലാ സൃഷ്ടികൾക്കും പുകഴ്ചയും അർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും മരണസകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് പരസ്പരം കാണിക്കുകയും ചെയ്തു. സ്വർഗ്ഗവാസികളായിരുന്നതും മാലാഖമാരുടെ പതിനായിരങ്ങളും ഞങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും ഒരുക്കികളുമായ സ്വർഗ്ഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരുമായ പ്രവാചകന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങയെ ഞങ്ങൾ ആരാധന സമർപ്പിക്കുന്നു. അങ്ങയിൽ കൊണ്ടിരിക്കുന്ന ആത്മസാധനം, അങ്ങയോട് സദസ്യം, അങ്ങനെയുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായമായ വശമാകുന്ന ദൈവത്തിൽ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാൻ അവിടുന്ന് തന്നെ സൂര്യനാക്കി ദാസരൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മധ്യമായ ആത്മാവോട് മധ്യമായ ശരീരത്തോടുകൂടി പരിപൂർണ മനുഷ്യനായി സ്ത്രീകൾക്ക് ചാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുക, നിയമത്തിന് വിധേയരാക്കി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോമായ സ്വർഗ്ഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകുകയും ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ.
അപ്രകാരമേ കാശികൾ കൃതാർത്ഥം ചെയ്ത് വാഴ്ത്തി അവർക്ക് ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ചെയ്ത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചുകൊണ്ടു എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും പരമാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി ഞങ്ങളുടെ സഭയുടെ തലവൻ പിതാവുമായ മാർ ജോസഫ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി മറ്റെല്ലാ മെത്രാന്മാർക്കും വേണ്ടി വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതർ അൽമായ വിശുദ്ധ ഭരണകർത്താക്കൾ മേലധികാരികൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാന സ്വീകരിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ളവർക്കും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളവർക്കും പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവർക്കും വേണ്ടി ഞങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ നാമത്തിൽ കയറിപ്പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടി പ്രത്യേകമായി ജോസഫ് അച്ഛന്റെ പൂർവികർക്കും വേണ്ടി അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശയോടെ കാത്തു നിൽക്കുന്ന ഈ സഹോദര സമൂഹത്തിനു വേണ്ടി അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാന സ്വീകരിക്കണമേ. അങ്ങയുടെ കാരണത്തിന് അങ്ങയുടെ ജനത്തോടും എളിയവനായ എന്റെ പാപങ്ങളും തെറ്റുകളും അങ്ങയുടെ യഥാർത്ഥ വിശ്വാസം ഞങ്ങൾ സ്വീകരിക്കുന്ന ഈ തിരിച്ചറിയിൽ ഞാൻ ഇവിടെ കടകളുടെ പാപങ്ങളുടെ
യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിശ്വാസികളുടെ പ്രാർത്ഥനകളെ കുർബാന സ്വീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, അങ്ങയെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ദൈവത്തിനെ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയെ അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തി നീതിമാന്മായ വിശുദ്ധരുമായ പ്രാർത്ഥനകളിൽ ആവശിക്കണം. അങ്ങയുടെ അവർമ്മയവും സമൃദ്ധവുമായ പ്രയാസം ജീവിതകാല മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾ നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവം. അങ്ങയുടെ ദൈവനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചിരുന്നു. പ്രവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവമായ മിശിഹ ജീവദായകമായ സുവിശേഷങ്ങളിൽ പ്രവാചകന്മാർ, സ്ത്രീകന്മാർ, രക്തസാക്ഷികൾ, മതന്മാർ, വേദപാരകന്മാർ, മിത്രന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർ വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകമായ അടയാളത്താൽ ഉദ്ധരിക്കുന്നു. പരിശുദ്ധ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവരും ആവശ്യമായ ധർമ്മത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചു എല്ലാ മനുഷ്യരുടെയും കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസന് അങ്ങ് നൽകിയ മാർഗം പ്രകടമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മഹനീയവും ഭയപ്രചരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ വീട്ടിലുള്ളവരെ പ്രത്യാശയും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെയും അങ്ങേയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും ജീവദായകവുമായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകും. ഇത് ഭക്ഷിക്കുന്നവർ വൈകുകയില്ല, പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും
നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗ്ഗത്തിൽ നിറങ്ങിയ ജീവനുള്ള കുമാരനാകുന്നു. നമ്മുടെ ഈശോമിശിഹായുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും വിശ്വസിക്കുവാൻ ഞങ്ങളുടെ അതിരങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. കർത്താവേ, ഞങ്ങളുടെ ഇടയിലെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകളുടെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന ദിനങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആരംഭിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ലഭിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നീ ശിശുമാരെ പഠിപ്പിച്ച വിശുദ്ധമായ പ്രാർത്ഥന നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശിക്ഷിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്കാര്യത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവ്വേശ്വരൻ, നല്ലവനായ ദൈവം, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരൂപികമായ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോട് അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ശരണങ്ങളാൽ ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു.
നമ്മെ ജീവിപ്പിക്കുന്ന അവിടുത്തെ കാരണത്താൽ നാം എല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. സഹോദരരെ, സർവ്വകാലത്തുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തപാനം ചെയ്യുവാനും ദർശനങ്ങളായി കഴിയുന്നു. ഈശോയുടെ ശരീരത്തെത്തു കടങ്ങളുടെ ബുദ്ധിക്ക് നിത്യജീവന് കാരണമാകട്ടെ. ഞങ്ങൾ പഠിച്ച ശരീരവും പാഞ്ചിതത്തിലേറ്റവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടകളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും നിദേശത്തിലേക്ക് സൃഷ്ടിക്കും താനാകും സകലത്തിലെയും നാഥായ നീക്കും.
ആമേൻ. ഞങ്ങളുടെ കർത്താവേ, വിശ്വാസപൂർവ്വം ഞങ്ങൾ സ്നേഹിച്ച ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ കടന്നു പ്രവർത്തിക്കുന്ന കാരണമാകട്ടെ. ഞങ്ങളുടെ രാജാവായ ഈശോയെ, നീ ദാസന്റെയും സൃഷ്ടാവിന്റെയും സാദൃശ്യമാകുന്നു. നിന്റെ വിശ്വസ്തസകലരെ കടകളും കടകളും നിന്റെ ശരീരങ്ങളാൽ നിർമ്മാർജ്ജനം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തു. നീ മഹത്വപൂർണ്ണനായി പ്രത്യക്ഷപ്പെടുമ്പോൾ മരണോത്സവത്തോടെ എതിരേൽക്കുവാൻ സൂര്യനെ സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ ആജ്ഞാസ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക. എല്ലാ നാഴികളിലും എല്ലാ കാലങ്ങളിലുമാകും അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മാധ്യം ആസ്വദിക്കുവാൻ മാലാഖമാരുടെ കൂടെ നാമത്തെ സ്തുതിക്കുവാൻ അങ്ങയുടെ ദാനമായ ദിവസങ്ങളിൽ പങ്കുകൊള്ളുവാൻ മഹോന്നതനായ ദൈവമേ, അങ്ങേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടപെടാതെ ആരംഭിക്കുവാൻ ബലഹീനരായ ഞങ്ങളെ കാരണപൂർവ്വം യോഗ്യരാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ നീക്കും സകലത്തെ പൗത്രീകരിക്കുന്ന തന്റെ അമൂല്യമായ ശരീരങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായ നമ്മെ യോഗ്യരാക്കും. വിചാരങ്ങളും വചനങ്ങളും പ്രവർത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കുവാൻ അവിടെ നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ വിചാരം നിന്റെ കാരുണ്യാധികത്താൽ ഞങ്ങളുടെ കടന്നു വർദ്ധിക്കും. പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ പ്രത്യാശയ്ക്കും നിന്റെ സന്നിധിയിൽ പ്രീതിജനമാവിധം വർദ്ധിച്ച എല്ലാവരും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിന് കാരണമാകട്ടെ. സ്വർഗ്ഗത്തിലെയും നാഥായ നീക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു.
പാനം ചെയ്യും മാനവരിൽ നിവസിക്കും അവരിൽ ഞാൻ നിശ്ചയമായി വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസം ഉയർത്തിക്കും നിത്യായുസ്സവീകും ഞാൻ ദൈവം ആദരവരുൾ ചെയ്യും. അതെ, ഇന്ന് പർവ്വതി കുടുംബത്തിന് ഏറെ സന്തോഷം നൽകുന്ന പൊൻസുദിനമാണ്. നമ്മുടെ കുടുംബത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്താൻ ദൈവം തന്നെ പരിശുദ്ധാത്മാവിനെ നിറച്ച് അഭിഷേകം ചെയ്തു. ഞങ്ങളുടെ എല്ലാം ബാബുക്കുട്ടൻ ചേട്ടായിയായ ഞങ്ങളുടെ സ്നേഹം ബഹുമാനപ്പെട്ട ബാബു അച്ഛന് എല്ലാവിധ പ്രാർത്ഥന മംഗങ്ങളും സ്നേഹത്തോടെ നേരുന്നു. അതോടൊപ്പം ഈ നാമോചാരാർപ്പണത്തിന് പങ്കുചേർന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും ആശംസകൾ അർപ്പിക്കുവാനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏവർക്കും, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട വൈദികർ, സിസ്റ്റേഴ്സ്, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, മറ്റെല്ലാവർക്കും ഈ ധന്യ നിമിഷത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. സന്തോഷത്തിന്റെ ഈ അവസരത്തിൽ നവാഭിഷേകൻ ബഹുമാനപ്പെട്ട ബാബു പാർപ്പള്ളി അച്ഛന് ആശംസകൾ അർപ്പിക്കുന്നതിനായി വാഴയിൽ അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയ സഹോദരരെ, ദൈവം നമ്മുടെ ഇടയിൽ നിന്ന് തൻ്റെ പൗരോഹിത്യത്തിലേക്ക് ക്രിസ്തുവിൻ്റെ പ്രത്യേക സാന്നിധ്യത്തിന് സാക്ഷ്യം വഹിക്കാൻ ഉയർത്തപ്പെട്ടിരിക്കുന്ന ജോസഫ് അച്ഛന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും അനുമോദനങ്ങളും നേർന്നുകൊള്ളുന്നു. ദൈവം തൻ്റെ ജീവിതത്തിലുടനീളം ക്രിസ്തു സാന്നിധ്യത്തിൽ ഈ അച്ഛനിലൂടെ സാക്ഷ്യം വഹിച്ചു. ഈ അച്ഛൻ്റെ ജീവിതം ദൈവത്തിൻ്റെ മഹത്വവും മനുഷ്യർക്ക് അനുഗ്രഹവുമായി തീരുന്നു. ഈ അച്ഛൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കുടുംബാംഗങ്ങളെ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അവർക്കെല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും നടന്നു.
ആശംസകാലം അർപ്പിച്ച് കേക്ക് മുറിച്ച് നമുക്ക് ഈ സന്തോഷം പങ്കുവയ്ക്കാം. സുരസുന്ദര സുരഭിലമേളം പരിപൂജിതമാസുരഭാവം ഇവിടറിയൊരു മംഗളഗാനം പാടാം. ഹല്ലേലൂയ ഹല്ലേലൂയ തിരുനാൾ തിരുനട പരികൃത സംശുദ്ധം നരന പ്രത്യാശ പകരും സംശുദ്ധ ബലിയണച്ചന്തിൽ സഹജര വിലക്കും വരസനത്തിര ഹേമഴ പെയ്യും അത്യുന്നത പൗരോഹിത്യം കരുണാമയ ദാനമഹത്വം വിളിപകരും മാധുരിയോടെ നീങ്ങുന്നു നമ്മുടെ അച്ഛൻ. ഹല്ലേലൂയ 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 പാടാം തിരുനാൾ തിരുനടയിൽ. ഹോയ് ഹല്ലേലൂയ 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 പാടാം പൂജ്യമി തിരുനടയിൽ. പൗരോഹിത്യാത്മവിശുദ്ധി ബലിജീവിത നിത്യവിശുദ്ധി തിരുവചനത്തെളിവിൽ മുഴങ്ങും ആധ്യാത്മിക ഘോഷണശക്തി. ഹല്ലേലൂയ 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 പാടാം പരിമളസുധവഴികൾ. ഹോയ് ഹല്ലേലൂയ 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 പാടാം വഴികളിൽ ഒളിമൊഴികൾ. കായലോരത്തെ തവയിലാമോദതികളിൽ നേരുന്നു മംഗളാശംസ നദിയുറങ്ങുന്ന മനസ്സുകളുയരുന്നു. തീർത്ഥാടന ഭൂമിയിലെ യൗസേപ്പുപിതാവിന്റെ പതിനെട്ട് പാദസമങ്ങൾ തുടരട്ടെ സേവന വഴികൾ. ഹല്ലേലൂയ 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 പാടാം തിരുനാൾ തിരുനടയിൽ. ഹോയ് ഹല്ലേലൂയ 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 പാടാം നാദനയൊരു മനസ്സാൽ. സുരസുന്ദര സുരഭിലമേളം പരിപൂജിതമാസുരഭാവം ഇവിടറിയൊരു മംഗളഗാനം പാടാം. ഹല്ലേലൂയ ഹല്ലേലൂയ തിരുനാൾ തിരുനട പരികൃത സംശുദ്ധം തിരുനാൾ തിരുനട പരികൃത സംശുദ്ധം. അത്രയും ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ സെബാസ്റ്റ്യൻ വലിയ പറമ്പിൽ അച്ഛൻ ഇന്ന് കുർബാനയ്ക്ക് സഹകാരനായിട്ട് നിന്ന് വാഴയിച്ച ഇവിടെ വന്ന് എന്നോടുള്ള സ്നേഹം പ്രകടമാക്കിയ ജോസഫ് വേഗത്താനം വൈപ്പൂന്ന് കൊവയന്തേരി പ്രിയതച്ച, അതുപോലെ എൻ്റെ രാജ്യകാരനായ ഫാദർ ജോർജി കൊരട്ടിയിൽ, അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാഗം തന്നെയായ ചാക്കോ ആക്കത്രയച്ച, എല്ലാവരുമുള്ള സ്നേഹവും കടപ്പാടും ഞാനിവിടെ അറിയിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ COVID-19 സാഹചര്യത്തിൽ നമുക്ക് എല്ലാവർക്കും എൻ്റെ പട്ടത്തിനോ പ്രഥമ ദേവി സ്വന്തം ഇടവക എറണാകുളം ഉദയംപേരൂർ കൊച്ചുപള്ളി വെച്ചായിരുന്നു. അപ്പോൾ അതിന് പങ്കെടുക്കാൻ സാധിച്ചില്ല. ആ ഒരു സാഹചര്യത്തിലാണ് എൻ്റെ തറവാട് ഇടവകയായ കുടുംബ ദേവാലയത്തിൽ അല്ലെങ്കിൽ കായപ്പുറം ഇടവകയിൽ വന്ന് വിലയിരുത്തിക്കുവാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. അപ്പോൾ അത് ഇവിടെ പറഞ്ഞപ്പം തന്നെ ഞങ്ങളുടെ വലിയേട്ടനായ കുടുംബം പെരപ്പ അതിനുള്ള എല്ലാവിധ അറിയിച്ചുകളും ചെയ്തു. ഞാൻ തന്നെ എല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞ് പെരപ്പയാണ് മുൻകൈയെടുത്ത് എല്ലാം ക്രമീകരിച്ചത്. അപ്പം അതിന് ഒരുപാട് നന്ദി ആദ്യമേ തന്നെ പെരപ്പയോട് ഏറ്റവും സ്നേഹത്തോടെ ഞാൻ നേർന്നുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇവിടെ ബലിയർപ്പിക്കുവാൻ എന്നെ അനുവദിച്ചത് ഇവിടുത്തെ വികാരി അച്ഛനാണ്. പെരപ്പനോട് പറഞ്ഞു ജസ്റ്റ് ഒന്ന് ഇവിടുത്തെ വികാരി അച്ഛനെ ഒന്ന് വിളിച്ച് അറിയിക്കണം. പക്ഷേ ഞാൻ പട്ടത്തിന് കുറച്ച് നാൾ മുമ്പാണ് വികാരി അച്ഛനെ ഒന്ന് ചെറുതായിട്ട് വിളിച്ചു. പക്ഷെ എനിക്ക് കിട്ടിയില്ല. ഒറ്റ മിസ് കോളേ കണ്ടുള്ളൂ. പക്ഷേ തിരിച്ച് വികാരി അച്ഛൻ എന്നെ വിളിക്കുവാനും ഞാൻ തനച്ഛനാകാൻ പോകുന്ന ടീക്കൻ ബാബുവാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ വളരെ ആഹ്ലാദത്തോടെ സന്തോഷത്തോടെ മോനെ ഞാനിവിടെ ഇല്ല, 2-ാം തീയതി എനിക്ക് എൻ്റെ സ്വന്തം ഇടവക വേലൂരിൽ ഒരു പട്ടം നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കയറ്റിവിട്ട വച്ചാണ് പട്ടം സ്വീകരിക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് അവിടെ പോകണം. അപ്പോൾ ഞാനിവിടെ ഉണ്ടായിരിക്കില്ല എന്ന് ആദ്യം എന്നോട് പറഞ്ഞു. പക്ഷേ എല്ലാവിധ സഹകരണങ്ങളും മോനിവിടെ എല്ലാ കാര്യങ്ങളും ഞാൻ വിളിക്ക് വെച്ചിട്ടായിരിക്കും പോവുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അച്ഛനോട് ആത്മാർത്ഥമായിട്ട് പറഞ്ഞത്. അത് കഴിഞ്ഞ് 2 പ്രാവശ്യം വിളിക്കുകയും ചെയ്തു, വിഷ് ചെയ്യുകയും ചെയ്തു പട്ടത്തിന് സമയത്ത്. പക്ഷേ അവിചാരിതമായിട്ട് ഒരുപാട് സന്തോഷം എനിക്ക് നടന്നത്. ഞാനിതിവിടെ വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞത്
ആ പട്ടത്തിന് പോകുന്നില്ല. ഞാൻ അവസാനം കൈമത്താൻ മാത്രമേ പോകുന്നുള്ളൂ. മോനെ കയറ്റി വിട്ടിട്ട് മാത്രമാണ് ഞാൻ ഇവിടെ പോകുന്നത്. അതിന് വേണ്ടിയാണ്. കാരണം വേലൂര് പട്ടം നടക്കുന്നത് 9:30-ക്കാണ്. അപ്പോൾ ആ പ്രദർശനത്തിന് എന്തായാലും വികാരിച്ച് പോകേണ്ടതാണ്. പക്ഷേ അത് പോകാതെ എന്നോടുള്ള ആ സ്നേഹം ഒരുപാട് പ്രകടമാക്കിയാണ്. ഞാനിവിടെ വന്ന് വികാരിച്ചിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ചേട്ടനും ഞാനും കൂടിയാണ് വന്നത്. ഞാൻ ചേട്ടനോട് പറയുകയും ചെയ്ത് വികാരിച്ച് പോകുന്നില്ല, എന്നെ കയറ്റി വിട്ടിട്ടാണ് വികാരിച്ച് പോകുന്നത്. അപ്പോൾ ചേട്ടനും പറഞ്ഞു ഇതുപോലുള്ള വികാരിമാരാണ് വേണ്ടത്. കാരണം സ്വന്തം ഇടവകയിൽ നടക്കുന്ന വലിയ പട്ടം, പക്ഷേ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം കായപ്പുറം ഇടവകയുടെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് 3 മാസത്തേക്കുള്ള അച്ഛൻ വന്നിട്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് മനസ്സിലാക്കി ഇവിടെ നടക്കുന്ന ഈ ചടങ്ങിന് ഏറ്റവും പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് എന്നെ ബലിപീഠത്തിലേക്ക് കയറ്റിവിട്ട ശേഷമാണ് അച്ഛൻ്റെ ഇടവകയിൽ നടക്കുന്ന പട്ടത്തിന് പോയത്. അപ്പം അച്ഛനോടുള്ള അഗാധമായ നന്ദി ഈ അവസരത്തിൽ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ നേർന്നുകൊള്ളുകയാണ്. പിന്നെ ഇവിടെ എപ്പോഴും ഇടവകയിലെ എപ്പോഴും പവേന്ദ്രയിലെ വേഗത്താനമച്ചൻ, അതുപോലെ ചമ്പക്കുളം പവേന്ദ്രയിലെ പീരോരച്ചനായ ചാക്കോ അക്കാത്രയച്ചൻ, ഇവിടെയൊക്കെ ചെറുപ്പം മുതലേ അല്ലെങ്കിൽ ഞാൻ സഭയിൽ ചേർന്ന മുതലേ എന്നെ നോക്കി എൻ്റെ വളർച്ചയിൽ സന്തോഷിക്കുന്നവരാണ്. കാരണം അവരെയൊക്കെ ഒരു കുടുംബം എന്ന രീതിയിൽ എൻ്റെ വളർച്ചയിൽ ഒരുപാട് സന്തോഷിക്കുന്നവരാണ്. ഇതിനെയൊക്കെ അച്ഛൻ എപ്പോഴാണ് കറക്റ്റ് കഴിയുമോ എന്നൊക്കെ വിളിച്ച് ആക്കത്തരച്ചനും വേഗത്താനച്ഛനൊക്കെ എന്നോട് ചോദിച്ചു. ഇപ്പോൾ വേഗത്താനച്ഛൻ്റെ സ്നേഹം അത് ഇന്നലെ എൻ്റെ ബാച്ചുകാരൻ തന്നെയാണ് ജോർജി കൊരട്ടി എന്ന് പറയുന്ന കൊച്ചച്ഛൻ. അപ്പം അച്ഛൻ എന്നെ ഇന്നലെ വിളിച്ചായിരുന്നു. എനിക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ കുടുംബത്തിന്, ഞാൻ എറണാകുളത്തു നിന്നാണ് വരുന്നത്, അപ്പോൾ ഇന്നലെ വന്ന് പവേന്ദ്രയിൽ കടക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും വേഗത്താനെ അച്ഛൻ ചെയ്തു വെച്ചതാണ്. ജോർജി അച്ഛൻ എന്നോട് വിളിച്ച് പറഞ്ഞു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, പവേന്ദ്രയിൽ എല്ലാ സൗകര്യവും ഒരുക്കി തരുന്നതാണ് എന്ന് വേഗത്താനച്ഛൻ പറയുകയും ചെയ്തു. അപ്പോൾ ഒരുപാട് നന്ദി വേഗത്താനച്ഛനും അതുപോലെ എൻ്റെ ബാച്ചുകാരനായ ജോർജി അച്ഛനും പിന്നെ ആക്കാത്രയച്ഛനും ഒരുപാട് നന്ദി. പിന്നീട് നന്ദി പറയാനുള്ളത് നിങ്ങൾ ഓരോരുത്തർക്കുമാണ്. കാരണം പറപ്പള്ളി കുടുംബത്തിൽ നിന്ന് ഒരു വൈദികൻ വേണമെന്ന് പലരും ആഗ്രഹിച്ചാണ് ഒരുപാട്. കാരണം ഞാൻ എൻ്റെ 4ാം ക്ലാസ് പഠിക്കുകയാണ് ഞങ്ങളുടെ സ്വന്തമായ മാക്സിമം പറപ്പള്ളി അച്ഛൻ മരിക്കുന്നത് മാന്നാനത്ത് വെച്ച്. ആ അടക്കിന് ഞാൻ പോയത് എൻ്റെ മനസ്സിൽ നിന്നുകൊണ്ട് അന്ന് എനിക്ക് എൻ്റെ തോന്നുന്നത് പേരപ്പ തന്നെയാണ്. അല്ലെങ്കിൽ സഭയിൽ ചേർന്നപ്പോൾ പേരപ്പ തന്നെയാണ് എനിക്ക് മാക്സിമം അച്ഛൻ്റെ ഒരു പാഠം തന്ന് അതിൻ്റെ പുറകിലെ പ്രാർത്ഥന ഞാനെന്നും ചൊല്ലുന്നൊരു പ്രാർത്ഥനയാണ്. മാക്സിമം അച്ഛൻ ദിവസവും ചൊല്ലിക്കൊണ്ടിരുന്നൊരു പ്രാർത്ഥന. അപ്പം അതിൻ്റെയൊക്കെ ശക്തിയായിരിക്കും ഞാനിവിടെ നിൽക്കാൻ ദൈവം അനുവദിച്ചത്. അപ്പം ഒരുപാട് സന്തോഷം പറപ്പള്ളി കുടുംബത്തിനും അതുപോലെ എൻ്റെ വളർച്ചയിൽ സന്തോഷിക്കുന്ന പറപ്പള്ളി കുടുംബത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും 1000 നന്ദി. ഇനിയും പ്രാർത്ഥനയിൽ ഓർക്കണമേ. ഞാൻ കഴിഞ്ഞ ദിവസം പ്രഥമാധിപതി അർപ്പിച്ചപ്പോൾ പറഞ്ഞതാണ്, നിങ്ങൾക്ക് വേണ്ടി കത്തി അമരാനാണ് ഞാൻ അൾത്തയാരോട് ചേർന്ന് എന്ന് നിൽക്കുന്നത്. ആ കത്തി അമരുമ്പോൾ അത് സഹിക്കുവാനും എല്ലാം ശക്തി നിങ്ങൾ പ്രാർത്ഥനയാണ് വേണ്ടത്. അപ്പോൾ ഇന്നു മുതൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന എൻ്റെ കൂടെ ഉണ്ടാകണം. എൻ്റെ പ്രാർത്ഥന എന്തായാലും ഞാൻ ഉറപ്പായിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും പേര് സമർപ്പിച്ചുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എല്ലാ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇവിടെ സഹകരിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് CC സിസ്റ്റേഴ്സ്, അവരാണ് ആൾക്കാരൊക്കെ അലങ്കരിച്ചത്. കേരച്ചന്മാർ, ശുശ്രൂഷികൾ, ഗായക സംഘം നന്നായിട്ട് പാടി എൻ്റെ പാട്ടുകളൊക്കെ നന്നായിട്ട് എഴുതിയത്. കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് കാണണമെന്ന് കരുതിയാണ്. പക്ഷേ അവരുടെ പാട്ടുകാരൻ ചേട്ടൻ എന്നോട് അങ്ങോട്ടും ചോദിച്ചു എല്ലാ കാര്യങ്ങളും. നമ്മൾ ശരിക്കും പറഞ്ഞ പുതിയൊരു കളിയെത്തുമ്പോൾ ശരിക്കും അങ്ങോട്ട് ചെന്നാണ് പാട്ടുകാരെയൊക്കെ കണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. പക്ഷേ സ്നേഹത്തിൻ്റെ ഇത് പ്രതിഫലമാണെന്ന് തോന്നുന്നു. ചേട്ടൻ എന്നെ വന്ന് കണ്ട് ഏതാണ് രൂപം, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ വ്യക്തമായിട്ട്. എന്നാലും ഞാൻ 2 വാക്ക് പറഞ്ഞു, പക്ഷെ എല്ലാം ഭംഗിയായിട്ട് നിർവഹിച്ചു. നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്, എന്നാലും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ക്രമീകരിച്ചു. ഇവിടെയുള്ള പല മുഖങ്ങളും എനിക്ക് സുപരിചിതമല്ല, എന്നാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും പേര് എൻ്റെ ഉള്ള സ്നേഹത്തെ പ്രതി ഇവിടെ വന്ന്
എൻ്റെ പരിസ്ഥിതിയെ സംബന്ധിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ഒരുപാട് നന്ദി. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദൈര്യം ക്ഷമിക്കുക. എല്ലാവർക്കും ഇവിടെ വന്ന എല്ലാവർക്കും ഒരുപാട് 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 നന്ദി. നിങ്ങളുടെ പ്രാർത്ഥന തുടർന്ന് എനിക്കുണ്ടാകണം. എൻ്റെ പ്രാർത്ഥന എന്തായാലും എല്ലാ പരിവേദിയിലും നിങ്ങളെ ഓരോരുത്തരെയും ഓർത്ത് എല്ലാ കുടുംബാംഗങ്ങളെ ഓർത്ത് ഞാൻ ഉറപ്പായിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. ഞാൻ അത് വാഗ്ദാനം ചെയ്യുന്നു. എൻ്റെ മരണം വരെയും മാക്സിമനച്ചൻ സഭയ്ക്ക് വേണ്ടി ചെയ്തതുപോലെ ആത്മാർത്ഥമായിട്ട് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. താങ്ക് യു. നാവിൽ എന്നീശോതൻ നാമം, കാതിൽ എന്നീശോതൻ നാദം, കണ്ണിൽ
ഈശോതൻ രൂപം നെഞ്ചിൽ ഈശോതൻ സ്നേഹം മനസ്സു നിറയെ നന്ദി മാത്രം നാവിൽ എന്നീശോതൻ നാമം കാതിൽ എന്നീശോതൻ നാദം കണ്ണിൽ ഈശോതൻ രൂപം നെഞ്ചിൽ ഈശോതൻ സ്നേഹം മനസ്സു നിറയെ നന്ദി മാത്രം നാവിൽ എന്നീശോതൻ നാമം നീയൻ അരികിൽ വന്നു ഉള്ളം തരളിതമായി കാതിൽ തിരുമൊഴി കേട്ടു നീയൻ പൈതലല്ലേ ആണിപ്പഴുതുള്ള കൈകളാൽ എന്നെ മാറോടു ചേർത്തണച്ചു നാവിൽ എന്നീശോതൻ നാമം കാതിൽ എന്നീശോതൻ നാദം മഹിയും മഹിതാശകളും എന്നെ പുൽകിടുമ്പോൾ എന്നും നിൻഹിതമറിയാൻ ഹൃദയം പ്രാപ്തമാക്കൂ എൻഹിതമല്ല തിരുഹിതമെന്നിൽ എന്നെന്നും നിറവേറണം നാവിൽ എന്നീശോതൻ നാമം കാതിൽ എന്നീശോതൻ നാദം കണ്ണിൽ ഈശോതൻ രൂപം നെഞ്ചിൽ